യുവതി ന്യൂസ് 18നോട് നൌഷാദിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി അമ്മായത്തോട് സ്വദേശിനി സജന. മർദ്ദിച്ച ശേഷം കൊടുവാളുമായി തന്നെയും മകളെയും വെട്ടാൻ ഓടിച്ചപ്പോൾ വീട് വിട്ടോടിയത് രക്ഷപ്പെടാനല്ലെന്നും വാഹനത്തിന് മുന്നിൽ ചാടാനായിരുന്നുവെന്നും സജന പറഞ്ഞു. വിവാഹം കഴിഞ്ഞ സമയം മുതൽ മദ്യലഹരിയിൽ ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നതായും സജന ന്യൂസ് 18നോട് പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട്ടിൽ വീട്ടമ്മയ്ക്ക് ക്രൂരമായ മർദ്ദനമാണ് ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. മദ്യലഹരിയിലായിരുന്നു ഈ അക്രമം നടത്തിയത്. പതിവായി ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്ന് വീട്ടമ്മ പറയുകയും ചെയ്യുന്നു. എന്തായാലും നമ്മോടൊപ്പം അവർ തന്നെ ഉണ്ട്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? മോക്ക് തേനീച്ച കുത്തി ഞാൻ കോളേജിലായിരുന്നു. 4 ദിവസമായി കോളേജിൽ കിടക്കുന്നു. ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വന്നത്. വന്നും കണ്ട് രാത്രിയാക്കി 7 മണിയൊക്കെ ആയിക്കി, 6:30-6:45 ആയിക്കി. അങ്ങനെ വന്ന് നമ്മൾ കുളിക്കുകയും ചായ കുടിക്കുകയും ചോറിനൊക്കെ കഴിഞ്ഞ് കണ്ട് കിടക്കാൻ നേരത്താണ് വരുന്നത്. കുറെ അന്നപ്പൊന്നും സംസാരമില്ല. പിന്നെ രാത്രി ഒരു 10-11 മണിയൊക്കെ ആരാ കയറി ഇങ്ങോട്ട് വരലു. ഞാൻ കമന്ന് കിടക്കേനു. എൻ്റെ പുറത്ത് ഇങ്ങനെ മുട്ടുംകാല് വെച്ചിട്ട് ഇരുന്ന് തലമുടി വടിച്ച് പൊന്തിച്ചതാ. എൻ്റെ വല്യമ്മ അടുത്ത ഉമ്മയും വാപ്പേൻ്റെ മക്കളും കൂടി ആർത്തൂട്ട് ഉമ്മനെ പിടിച്ചുന്തിയിട്ട് ഉമ്മൻ്റെ കൈക്ക് മുറിയൊക്കെ പറ്റിക്ക്, ചോരയൊക്കെ വന്നീനു. അതുപോലെ മക്കൾക്കും മോളെ തല ഭിത്തിയിലിടിച്ചു പോയിട്ട് ഇന്നലെ അപ്പം അവിടെ കാണിച്ചത്, ആശുപത്രി കാണിച്ച് പാരസെറ്റമോളൊക്കെ കുടിച്ചു. അതിന് വയ്യാത്തല്ലേ നോക്കുന്നേരം ഇപ്പോൾ കൊണ്ടുവന്നാണല്ലോ. ഇതിന് മുന്നേ അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒക്കെ കുടിക്കുകയാണ്. ഒരാഴ്ച വീട് കച്ചറ. പിന്നെ മുന്നേ തല്ലിയിടിൻ്റെ കണ്ണ് മൊത്തം റെഡായിരുന്നു. 1 മാസം കഴിക്കാതെ പോകാൻ ബ്ലഡ് ഛർദ്ദിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി MRI സ്കാനിങ് ഒക്കെ എടുത്തത്. അങ്ങനെ എപ്പോഴും വിടാം. പക്ഷെ അതുവരെ പെരക്കാരോട് പറഞ്ഞില്ല. എങ്ങനെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ളതിൽ. ഇപ്പം ഇന്നലെ ഉമ്മ കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മാരല്ലേ സഹിക്കൂലല്ലോ. അങ്ങനെ അടി കൂടിയതിന് ഞാൻ മോളെയും കൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു. കത്തിയെടുത്ത് കൊടുവാളും കത്തിയൊക്കെ എടുക്കാനാണ് പായുന്നത്. അങ്ങനെ കത്തിയെടുത്ത് വന്നപ്പോൾ എൻ്റെ മോളെയും കൊണ്ടിട്ട് പിടിച്ച് ഓടിയതാ. ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചത് മരിക്കണം എന്നാ. നമ്മൾ അമ്പാത്തുള്ള അങ്ങാടിയിൽ വന്നുകൊണ്ട് ഏതെങ്കിലും വണ്ടി പോകുമ്പോൾ എൻ്റെ മോളെയും പിടിച്ച് ഞാൻ ചാടുന്നാണ്. ഇവലും ഉമ്മച്ചൊക്കെ വെഹിക്കിൽ വരുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തിയേക്ക്. ഞാൻ ഓടിയത് എന്നാലും പിടിക്കരുതല്ലോ. ഞാൻ ഓടി അമ്പതുള്ള അങ്ങാടിയിൽ എത്തിയേക്ക്. വണ്ടിനെ മുന്നേ ചാടാലോ എന്നുള്ളത്. എന്നപ്പോൾ അങ്ങാടിയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു പിടിച്ച് മാറ്റി. എന്നപ്പോൾ എനിക്ക് തല കറങ്ങിയിട്ട് ഒരു വെള്ളമൊക്കെ വാങ്ങി തന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നും കച്ചറ പോലെ നമുക്കൊരു സ്വസ്ഥമായിട്ട് ഒരു ജീവിതം നിൽക്കാൻ പറ്റൂല. എന്നും കച്ചറ കുടിച്ച് രാവിലെ പോയി കുടിക്കുക. 5 മണിക്കൊക്കെ എണീറ്റ് പോയിട്ട് 7 മണി 8 മണി നമ്മളെയും കുടിച്ചിങ്ങ് പോരും. പിന്നെ പുരയിൽ നമുക്ക് രാവിലെ മക്കളെ പറഞ്ഞേക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിൽ കൂടെ വലിയ സ്വരക്കിടുക. മദ്യപാനം ഭയങ്കര ദേശീയ പുരയിൽ നമുക്കൊരു സാധനം എന്ന് പറയാനല്ലോ. ഒക്കെ ചവിട്ടി പൊട്ടി TV ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനവും പൊട്ടിക്കുക. വണ്ടിയായിട്ടാണ്, ഫുൾ ടൈം വണ്ടിയായിട്ടാ. ജനങ്ങൾ ഇങ്ങനെ പറയൂ ഇവനെന്തി കളി കളിക്കുന്ന. നേരം വെളുക്കുമ്പോൾ തന്നെ അങ്ങാടിയിൽ ബോധം കിട്ടു വീണ് കിടക്കുക. കാണുന്നവരും കേൾക്കുന്നവരും നമ്മളടുത്ത് പറയും ഓനുണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നതെന്ന് പറയും. നമുക്ക് സങ്കടമാണല്ലോ. എന്തായാലും വളരെ നാളുകളായി തന്നെ ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങളാണ് നൌഷാദിൽ നിന്നും ഏൽക്കുന്നതെന്ന് ഈ വീട്ടമ്മ പറയുന്നു. ഒപ്പം ഈ മദ്യവെച്ച് ആണ് പലപ്പോഴും വാഹനം ഓടിച്ചിരുന്നത്. ലൈസൻസ് പോലും ഇപ്പോൾ പോലീസിന്റെ പക്കൽ ഇരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്.